സക്സസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? അനുവിന് വയസ്സ് 42. അവൾക്ക് അടുത്തിടെ താൻ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെയുള്ള മാറ്റങ്ങൾ. മൂഡ് സ്വിങ്സ്, ഉറക്കമില്ല, ചെറിയ കാര്യത്തിനും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകും. അവൾ എന്തൊക്കെയോ രീതിയിൽ അസ്വസ്ഥതയായി. എനിക്കെന്തോ പറ്റുന്നുണ്ട്. അവൾ ഒരു ദിവസം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇത് പെരിമെനോപോസ് ആണ്, ഒരു നാച്ചുറൽ ട്രാൻസിഷൻ ഫേസ്. ആ വാക്കുകൾ കേട്ട് അവൾ ഒന്ന് പേടിച്ചു. പക്ഷെ അന്നത്തെ രാത്രി അവൾ മനസ്സിലാക്കി, എൻ്റെ ശരീരം എതിരാളിയല്ല, അത് റീസെറ്റ് ചെയ്യുകയാണ്. അവൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിൽ വരുത്തി. ഡീപ് ബ്രീത്തിങ്, സ്ലോ വാക്കിംഗ്, സെൽഫ് അക്സെപ്റ്റൻസ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഭയമില്ല, കുറ്റബോധമില്ല, ശാന്തത മാത്രം. അവൾ പറഞ്ഞു, ഞാൻ തകരുന്നില്ല, ഞാൻ പുതിയ വേർഷനായി മാറുകയാണ്. ചില മാറ്റങ്ങൾക്ക് അവസാനമല്ല, പുതിയ തുടക്കമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. പെരിമെനോപോസ് എന്നത് സ്ത്രീകളിൽ മെനോപോസിന് മുൻപുള്ള ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഈ സമയത്ത് ഹോർമോൺ മാറുന്നതിനാൽ ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാകാം. സാധാരണയായി പീരീഡ് ഇറഗുലർ ആവുക, മൂഡ് സ്വിങ്സ്, ഉറക്കം കുറയുക, ആങ്സൈറ്റി, ലോ എനർജി, ശരീരത്തിൽ ഹീറ്റ് ഫ്ലാഷസ് പോലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇതൊരു രോഗാവസ്ഥയായി കണക്കാക്കണ്ട. ഇതൊരു ബയോളജിക്കൽ ട്രാൻസിഷൻ പീരീഡ് ആണ്. സ്പിരിച്വലായി നമുക്കിതെങ്ങനെ കൈകാര്യം ചെയ്യാം? ശരീരത്തെ എനിമിയായി കാണരുത്. ഇത് ഏജിങ് അല്ല, ഒരു റീബർത്ത് ഫേസ് പോലെ തന്നെ കാണുക. ശരീരം പുതിയ ബാലൻസിലേക്ക് മാറുകയാണ്. ബ്രീത്ത് അവയർനെസ്, ശ്വാസം ശ്രദ്ധിക്കുക. ദിവസവും 5 to 10 മിനിറ്റ്സ് സ്ലോ ബ്രീത്ത് ചെയ്ത് നോക്കൂ. ഇൻഹെയിൽ 4 സെക്കൻഡ്സ്, ഹോൾഡ് 2 സെക്കൻഡ്സ്, എക്സ്ഹെയിൽ 6 സെക്കൻഡ്സ്. ഇത് നെർവ് സിസ്റ്റം കാമാക്കും. ബോഡി അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ശരീരം മാറുന്നു, പക്ഷെ അത് സേഫാണ് എന്ന രീതിയിൽ ഡെയിലി അഫർമേഷൻ. മെഡിറ്റേഷനും ആകാം. മൈൻഡ് ഓവർ ആക്റ്റീവ് ആകുമ്പോൾ 10 to 15 മിനിറ്റ്സ് സൈലന്റ് ആയിരിക്കും. തോട്ടിനോട് ഫൈറ്റ് ചെയ്യാതെ ഒബ്സർവ് ചെയ്യുക. ഹോർമോൺ ചേഞ്ചസ് കാരണം ഇമോഷൻസ് അൺസ്റ്റേബിൾ ആകാം. അതിനാൽ മാനിഫെസ്റ്റേഷൻ എനർജി ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതിനാൽ ആദ്യം കാം സ്റ്റേറ്റ് ഉണ്ടാക്കുക, പിന്നെ അഫർമേഷൻസ് വിഷ്വലൈസേഷൻ ചെയ്യുക. എൻ്റെ മനസ്സ് ശാന്തവും സ്ഥിരതയുമുള്ളതാണ്. മാറ്റങ്ങളെ ഞാൻ എളുപ്പത്തിൽ സ്വീകരിക്കുന്നു. സ്ട്രെസ് ഉള്ളപ്പോൾ ഹെവി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യരുത്, അത് ആങ്സൈറ്റി കൂട്ടാം. നിങ്ങൾ മനസ്സിലാക്കണം, ചില മാറ്റങ്ങൾ നമ്മെ തകർക്കാനല്ല, പുനഃസൃഷ്ടിക്കാനാണ് വരുന്നത്.